രക്ഷാപ്രവർത്തനത്തിനിടെ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ കടമ നിർവഹിച്ച രാജേഷ് നാടിനായി ജീവൻ സമർപ്പിച്ച ധീരനായ മനുഷ്യന് കേരളം അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ ഈ രാജേഷിന്റെ ഓർമ്മകളുമായി ജീവിക്കേണ്ട കുടുംബമാണ് ബാക്കിയാവും. എൻ്റെ അടുത്ത് പറഞ്ഞെടി, നമുക്ക് കടങ്ങളെല്ലാം വീട്ടണം, അതിനു വേണ്ടിയാണ് ഞാൻ പോയിരിക്കണം. നമ്മുടെ മക്കളെ നല്ല വളർത്തണം, നമുക്ക് വീട് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. സർക്കാരിന്റെ ഉറപ്പുകളും സഹായ വാഗ്ദാനങ്ങളും കുടുംബത്തിന്റെ മുന്നിലുണ്ട്. എന്നാൽ അച്ഛനായും ഭർത്താവായും മകനായും ആ വീട്ടിന്റെ കരുത്തായിരുന്ന രാജേഷിന്റെ സാന്നിധ്യം ഇനി ഒരിക്കലും തിരികെ വരില്ല. അവന് ഇതൊക്കെ ഒരു ലഹരി പോലെ, രക്ഷാപ്രവർത്തനം, ബാക്കിയുള്ളവർക്ക് വേണ്ടി അങ്ങനെ ഓടി നടക്കായിരുന്നു, കൂട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടി. എന്നെ എവിടെയൊക്കെ വിളിച്ച് എന്റെ കൈ കണ്ട് ഓണത്തിന് ഡ്രസ്സ് എടുക്കണ്ടെന്നൊക്കെ ചോദിച്ച്, എന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എന്റെ അച്ഛൻ എമർജൻസി എന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ഞാൻ വിളിച്ചിട്ട് റേഞ്ചില്ല, ഒന്നുമില്ല. രക്ഷാപ്രവർത്തനത്തിനായി പുറപ്പെടുന്നതിനു മുൻപ് മക്കളെ വിളിച്ചിരുന്നു രാജേഷ്. ഓണത്തിന് പുതിയ ഉടുപ്പുകളുമായി വരാമെന്ന വാക്കായിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനിൽ നിന്ന് അവസാനമായി കിട്ടിയത്. ദിവസങ്ങളോളം അച്ഛനെ കാത്തിരുന്ന മക്കൾക്ക് ഒടുവിൽ സ്വീകരിക്കേണ്ടി വന്നത് അച്ഛന്റെ ചേതനയേറ്റ ശരീരമായിരുന്നു. എന്തുണ്ടെങ്കിലും എന്റെ അച്ഛനെ ഞാൻ പറയും. പക്ഷേ അച്ഛൻ പറഞ്ഞ് എന്നെ ഇതുവരെ അടിച്ചിട്ടില്ല, എന്നെ ഇതുവരെ വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. അത്രയും സ്നേഹമുള്ള ഒരു അച്ഛൻ ഇനി എവിടെയെങ്കിലും കിട്ടും. ഒരു കുടുംബത്തെ ചുമലിലേറ്റിയിരുന്ന രാജേഷിന്റെ അഭാവം ആ വീട്ടിൽ ഓരോ നിമിഷവും നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഭാര്യയുടെയും മാതാപിതാക്കളുടെയും കണ്ണീരിലും വാക്കുകളിലും മുഴങ്ങുന്നത്. രാജേഷിന്റെ ധീരതയ്ക്ക് കേരളം ആദരാഞ്ജലി അർപ്പിക്കുമ്പോൾ ആ കുടുംബത്തിന് ഇനി വേണ്ടത് അനുശോചന വാക്കുകൾ മാത്രമല്ല, പ്രഖ്യാപിച്ച സഹായങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാകണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.